അമ്മ, ഞാനാണത് ചെയ്തതെന്ന് പറയാൻ അവർക്ക് ഒരു നിമിഷം മതിയായിരുന്നു. പക്ഷെ അല്ലെന്ന് പറയാൻ ഇത്രയും ദിവസം വേണ്ടി വന്നു. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ മോനെ? കണ്ണീരിൽ തീരാ സങ്കടം ഉണ്ടോടാ? അമ്മേ, അമ്മേ. വയറ് കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ ഹമീദേ? അതൊന്നും കുഴപ്പമില്ല സാർ, നമുക്ക് ശരിയാക്കാന്നേ. അത് വെള്ളം അടിക്കുന്നോണ്ടാ. വെള്ളം അടിക്കുന്നോണ്ടല്ലടോ, സ്റ്റാർച്ച് കൂടിയിട്ടാ. ഓ, വൈകുന്നേരങ്ങളിൽ അപ്പന് കഞ്ഞി ചമ്മന്തി ഇഷ്ടം. ഞാനാ കമ്പനി. ഹമീദേ, പഴയ നസീർ സിനിമയെ പോലെ വേഷം കെട്ടിയപ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛം വരുന്നില്ലേ? ഇപ്പൊ എന്ത് പറയുന്നു? യു ആർ കറക്റ്റ് സാർ. FIR-ൽ സാറിന്റെ സംശയം ശരിയായി. ആരും ശ്രദ്ധിക്കാത്ത കതർദാരി. എല്ലാം ഫാബ്രിക്കേറ്റഡ് അല്ലടോ. കുറ്റവാളി ആരെന്ന് നേരത്തെ തീരുമാനിക്കുക, എന്നിട്ട് ആ വഴിക്ക് അന്വേഷണം, പത്രസമ്മേളനം, തേങ്ങാക്കൊല. ആ ചെറുപ്പക്കാരന്റെ വിധി അവർ നേരത്തെ എഴുതി. വിറ്റ്നസ്സുകളെയെല്ലാം അവർ ആ ട്രാക്കിലെടുത്തു വെച്ചു. എനിക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഇന്നലെ ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഭീഷ്മാചാര്യനായ TPയുടെ ശബ്ദത്തിൽ. അമിതേ, നമ്മൾ വളരെ അടുത്തെത്തി. വിത്തിൻ 2 days. ഹലോ, ആ ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. ഓക്കെ വിളിക്കാം. സാർ, SHO ഹരിദാസ് ആണ്. മുരുക ടെക്സ്റ്റൈൽസിലെ വനിതാ ജീവനക്കാരിക്കെതിരെ ഒരു പീഡന ശ്രമം. മുരുകൻ സാർ, നമ്മുടെ കേസിലെ സാക്ഷി ഇൻസ്റ്റാൾമെന്റ് തരാൻ ആ തമിഴൻ. മറ്റപ്പള്ളി. கடவுளே காப்பாத்துங்க. கண்கள் மீறண்டா, கண்கள் மீறண்டா, உன்னை கெட்டி எடுத்தால். வசந்தி, இதுக்கு முன்னாடி நீ எங்க ஒர்க் பண்ண? சென்னையில சார். சென்னையில எந்த இடம்? டி நகர். டி நகரா? ஃபர்ஸ்ட் கிராஸ். நீ என்னோட புது ஸ்டாஃப். ஆமா சார். இன்னிலிருந்து எனக்கு எல்லா ஐஸ்வர்யம் உன்னாலதான் கிடைக்கணும். கண்டிப்பா. புரிஞ்சுதா? நீ என்னோட புது ஸ்டாஃப் தானே? ஒரு செல்ஃபி எடுக்கலாம். பாரு, கோவலும் கண்ணகியும் மாதிரி. என்ன மாச்சு? മാച്ചസ് പ്ലീസ്. மாச்சா இருக்கா? അതല്ലണ്ണ, ഇതൊന്ന് കത്തിക്കേ. யோ, ஜவுளி கடையில வந்து தீப்பெட்டி கேக்குறியா? போய் அவளையே என்ன கிண்டல் பண்றேன்னு நினைச்சியா? ഞാൻ ആരെന്ന് നിனைச்சே? റാസ്കൽ, അറിവ് കെട്ട മുണ്ടം. ഇത് யாரு? വാങ്ങ് സാർ, വാങ്ങ്. ജുബ വേണമോ വേസ്റ്റ് വേണമോ? വാങ്ങ് സാർ. എനിക്ക് കുട്ടികളുടെ ഡ്രസ്സാണ് വേണ്ടത്. ഓ, പസങ്ങളുടെയാ? വസന്തി, കാമിക്ക് സാർ. അല്ല വേണം, നാനേ കാമിക്കണം സാർ. അണ്ണാച്ചി, അത്രയും കാണിക്കണ്ട. என்ன சார், ஒண்ணுமே இல்ல சார். புது பெண்ணு, எதுவும் தெரியாது. അല്ല അണ്ണാച്ചി, ഇത് പുതിയ കടയാണോ? ஆமா சார், கடவுள் கனிவாலே 3 வாரம் ஆச்சு சார். நான் முதல்ல இன்ஸ்டால்மெண்ட், சிட்டி, வட்டி அந்த மாதிரி எல்லாம் போயிட்டு இருந்தேன். இப்ப அண்ணா, அம்மா, கனிவாலே இந்த மாதிரி எல்லாம் ஒரு செட்டப்புக்கு வந்தாச்சு. இனி ஒரு சேர்ந்த மங்கல்லையும் கூட கிடைச்சா நல்லா இருக்கும். அது போட்டும், விஷயத்துக்கு வாங்க. உங்களுக்கு என்ன வேணும்? ഇത് എന്നാലേ? இது 150 ரூபா. അണ്ണാ, ആ തീപ്പെട്ടി ഒന്ന് തരൂ. காலையில தீப்பெட்டி கேட்டுக்கிட்டே என்ன கிண்டல் பண்றியா? உன்னை என்ன பண்ற பாரு சார். இது ஜவுளி கடை சார். இங்க வந்து தீப்பெட்டி கேக்குறேன் சார். பாரு உன்னை என்ன பண்ண போறேன்னு. உன்னை எல்லாம். ஹலோ ഹലോ. അണ്ണാച്ചി വലിയ ഹോൾഡാണല്ലോ. പോലീസിനെ വിളിച്ചില്ലതേ, പോലീസ് വന്നു. അയ്യോ, കിടക്കണതിന് മുമ്പ് വന്നാച്ചേ. മുരുക, എന്താ ഹമീദിന്റെ മസിൽ പവർ നോക്കുന്നോ? വേണം സാർ, ഞാൻ വന്നേ സാർ. അതെ, നാട് മുഴുവൻ ചിന്ന വീടുള്ള കടയിൽ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് വന്ന പെണ്ണിനെ നീ വളയ്ക്കാൻ ശ്രമിച്ചോടാ. അത് വന്ന് ചിന്ന തപ്പ് നടന്നു പോച്ചു സാർ. മന്നച്ചിരക്ക് സാർ. നീ അവളെ കേറി പിടിച്ചോടാ സാർ. ഏതാവത് തപ്പ് നടന്നാ, ഏതാവത് തപ്പ് നടന്നാ മന്നച്ചിരക്ക് സാർ. നീ അവളെ ശമ്പളം എന്താ കൊടുക്കാത്തത്? ഞാൻ കണ്ടിപ്പാ കൊടുത്തിട്ടായിരുന്നു സാർ. അവർ சொல்றது പോയി സാർ. ഇന്ന് രാവിലെ ജോലിക്ക് വന്ന ഇവളെ നീ വളച്ചോ? ഓ സാർ, തെരിയാമ തപ്പ് നടന്നു പോച്ചു സാർ. മന്നിച്ചിരിക്കും സാർ, മന്നിച്ചിരിക്കും സാർ. പക്ഷേ ഇവനൊന്ന് തപ്പുന്നോ?
രാവിലെ കടയിൽ സാറുണ്ടായിരുന്നതുകൊണ്ടാ. ഇല്ലെങ്കിൽ കടയിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ ഒന്ന് തപ്പിയനെ. சார் தயவு செஞ்சு என்னை காப்பாத்துக்க சார். நான் ஒரு தப்பும் பண்ணல சார். എന്നാ നീ ഉണ്മയെ ചൊല്ല്. നിനക്ക് എവിടുന്ന ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പണം? சார் அது வந்து நான் சின்ன வயசுல இருந்து இன்ஸ்டால்மெண்ட் வேலையெல்லாம் பண்றேன் சார். இதெல்லாம சிட்டி வட்டி எல்லாமே எனக்கு இருக்கு சார். இது எல்லாமே எல்லாத்துக்கும் மேலே கடவுள் அண்ணா அம்மா கிருபை. പിന്നെ വന്ന് എൻ ഉഴപ്പ് ഇருக்கு സാർ. തനി ഉഴപ്പ് ഇருக்கு. എന്തിനാടാ MGRന്റെ ജയലളിതയുടെ പേര് ഇത് വലിച്ചഴിക്കുന്ന? നിന്റെ ഒരു ഉഴപ്പ്. അമിതേ, ഉഷേ, സർ, അവനോടൊന്ന് സ്നേഹമായിട്ട് ചോദിക്കേ. ഇങ്ങോട്ട് പോ, നിന്നെ ഞാനിന്ന് சார் துணி பிசினஸ் நடத்திட்டு இருந்த என்னோட துணி அழிக்கிறது சொல்லுங்க சார். എന്നാ നീ സത്യം പറ, നിനക്ക് എവിടെ നിന്ന് കിട്ടി പണം? പറയാം സാർ, ഞാൻ എല്ലാം പറയാം. അന്ന് ഞാൻ വത്സമ്മ വീട്ടിക്ക് ഇൻസ്റ്റാൾമെന്റ് പിരിവുക്കായ ചെന്നപ്പോൾ அந்த வானத்தை போல வனம் அடுத்த மன்னே அம்மாவை வணங்காத உயிரில்லையே, அம்மா എന്നழைക്കാമ உயர்வில்லையே. അറിവേട്ട മുണ്ടം പാത്തു പോയാ എങ്കേന്ന് വരടാ വത്സമ്മ അമ്മ. ஐயோ அதுக்கப்புறம் அந்த பாவி என்ன பார்க்கறதுக்கு வந்த. இந்த விஷயம் வெளியில சொல்லிடாத, எவ்வளவு தொட்டு வேணாலும் தர்றேன்னு சொன்ன. എത്ര തന്നു? 2 ലക്ഷം. 20. എടാ പാവി, കിട്ടിയ കാശ് കൊണ്ട് നിനക്ക് നാട്ടിലെങ്ങാനും പോയി ജീവിച്ചാ പോരെ? അപ്പൊ നിനക്ക് കേരളത്തിൽ തന്നെ ചിന്ന വീട് വേണം അല്ലേടാ? ഇപ്പൊ എത്ര ചിന്ന വീടുണ്ട്? 2. അത് 20. അപ്പൊ ഇത് എത്രാമത്തെ ആയിട്ട് വരും? 21 സാർ എന്നെ വിട്ടിടുങ്ക സാർ, എന്നെ വിട്ടിടുങ്ക. ഇവനങ്ങനെ കൊണ്ടു. സാർ 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 ഞാൻ சொல்றது കേളു സാർ. സാർ ചേട്ടാ ഞാൻ ഇറങ്ങാണേ. ഓ, മിസ്റ്റർ ബാബുക്കുട്ടൻ, പുറത്തേക്ക് പോവാണോ? അതെ. നിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചിലത് അറിയാനുണ്ട്. ഒന്ന് DIG ഓഫീസ് വരെ വരണം. ഞാൻ എന്തിനാ വരുന്നത്? അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ. ഞങ്ങളുടെ ലോ കോളേജിന്റെ എല്ലാ ആക്ടിവിറ്റീസിനും ഏറ്റവും മുന്നിൽ നിന്ന ആളായിരുന്നു നിഷ. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒത്തിരി സുഹൃത്തുക്കൾ അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനുമായിട്ട് എപ്പോഴും വഴക്കിടുമായിരുന്നു. തനിക്കെന്താടോ കണ്ണുണ്ടൂടെ? സോറി, ശ്രദ്ധിച്ചില്ല. എന്തോന്ന് സോറി? കോളേജിനുള്ളിൽ ഇരുചക്ര വാഹനം പാടില്ലെന്ന് കോടതി വിധിയുണ്ട്. എന്നിട്ടും വണ്ടി കയറ്റിയത് തന്റെ ധിക്കാരം. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലക്കാർഡ് നശിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം ചെയ്തതല്ല. അതെ, താൻ മനഃപൂർവ്വം ചെയ്തതാ. ഇതിന് സമാധാനം പറഞ്ഞിട്ട് താൻ പോയാ മതി. നിർത്തടി. നീ ആര്? കോളേജ് പ്രിൻസിപ്പലിന്റെ മോളോ? ഒരു അബദ്ധം പറ്റി അതിന് സോറിയും പറഞ്ഞു. ബാബുക്കുട്ടാ, നീ വണ്ടി എടു. എന്നാ എനിക്കതൊന്നും കാണണം. എടി, നീ ഒരു പെണ്ണാ, അത് മനസ്സിലാക്ക്. പിടിച്ചാൽ തള്ളുന്നുണ്ടല്ലോ, മൂക്കും കുത്തി താഴെ എന്നാ കിടക്കും. നീ തള്ളടാ. അത്യാവശ്യ സ്ത്രീ സുരക്ഷയൊക്കെ ഞാൻ പഠിച്ചതാ. ഇവനൊക്കെ നല്ല ഇടി കൊടുക്കാൻ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നിഷേ, അത് വിട്. ബാബുക്കുട്ടൻ ഒരു അബദ്ധം പറ്റിയതല്ലേ, പോട്ടെ. അതെ, ഇതിന്റെ പേരിലേ ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. നിഷ മാറിക്ക്, അളിയപ്പോ എല്ലാരും മാറിക്ക്. പോട്ട് പോട്ട് പോട്ട്. എടുത്തോണ്ട് പോളിയാ. പോട്ട്. പോട്ടെന്നേ, വാ.